പരിപാടി കഴിഞ്ഞെന്നുള്ള വിവരമൊന്നും അറിഞ്ഞില്ല. എന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് എന്താ പറയുക, പ്രതിഷ്ഠ പുതുക്കേണ്ട ഒരാവശ്യമാണെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ എൻ്റെ പോസ്റ്റ് ഇട്ടായിരുന്നു. സഹാക്കളെ മുന്നോട്ടെന്ന് പറയുന്ന ഏത് കാലത്തും വിപ്ലവകാരികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു സന്ദേശമാണ്. ആ സന്ദേശം അവതരിപ്പിച്ചിട്ടാണ് അദ്ദേഹം അകാല മൃത്യുവിനിരയായത്. അന്ന് പാർട്ടിയെ നിരോധിച്ച കാലമായതുകൊണ്ട് ആളറിയിക്കാതെയാണ് ഇവിടെ ചുടുകാട്ടി കൊണ്ടുവന്ന് സംസ്കരിച്ചത്. ഓഗസ്റ്റ് 19 ആ ദിനമാണ് എല്ലാ വർഷവും പുതുക്കുന്നത്. കഴിഞ്ഞ ഒരു 4-5 വർഷം ഞാനാണ് ഉദ്ഘാടനം. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവായതിനു ശേഷവും ജില്ലാ കമ്മിറ്റി എന്നെ കൊണ്ടാണ് ചെയ്യിച്ചത്. അതുപോലെ തന്നെ ഒക്ടോബർ 27 ഈ ദീപശിഖ കൊളുത്തുന്ന പരിപാടി VS ആവാതായതിനു ശേഷം എന്നെ കൊണ്ടായി. കഴിഞ്ഞ വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ജില്ലയിലെ ഇന്നും പാർട്ടി മെമ്പർഷിപ്പിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് 62 വർഷമായി പാർട്ടി മെമ്പറാണ്. വേറെ ആരും ഇന്നത്തെ ജില്ലാ നേതൃത്വത്തിനടുത്തമുള്ളവരാരുമില്ല. അപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കും അങ്ങനെ മുമ്പ് തീരുമാനിച്ചത്. VS വയ്യാതായി, PKC മരിച്ചു, ചന്ദ്രനാരായണ സ്വാമി മരിച്ചു. സ്വാഭാവികമായിട്ടും അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് താമസിച്ചാണ്. പരിപാടി കഴിഞ്ഞെന്നുള്ള വിവരമൊന്നും അറിഞ്ഞില്ല. എന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് എന്താ പറയുക, പ്രതിഷ്ഠ പുതുക്കേണ്ട ഒരാവശ്യമാണെന്ന് തോന്നുന്നതുകൊണ്ട് ഒന്നും അറിയത്തില്ല. കഴിഞ്ഞ വർഷം വരെ ഞാനില്ല ഇത്. അതിനിടയ്ക്ക് സംഭവ വികാസം ഒന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ഞാൻ പാർട്ടി മെമ്പറല്ലേ, ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചിലല്ലേ, വേറൊരു ഘടകത്തിന്റെ കീഴിലല്ലല്ലോ. അപ്പം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അതൊന്നും പറയാനില്ല. ശരി. അറിയില്ല, അതേപ്പറ്റി ഒന്നും കേട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ അരുണുമായിട്ടിവിടെ എൻ്റെ വീടിനടുത്താണല്ലോ VSന്റെ വീട്. ഞാൻ അവിടെ പോയി അദ്ദേഹമായിട്ട് അടുത്ത കാലത്ത് സംസാരിച്ചപ്പോൾ ഔദ്യോഗികമായിട്ട് സ്മാരകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ മാത്രം മറ്റു കാര്യം ആലോചിച്ചാൽ മതിയല്ലോ. അദ്ദേഹം പറഞ്ഞു ഔദ്യോഗികമായിട്ടുള്ള ഉണ്ടാകുമെന്നാണ് കുടുംബവും പ്രതീക്ഷിക്കുന്നത്.